ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരെയും എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ആരംഭിക്കാം. രാവിലെ തന്നെ ദോശയും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ദോശയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. മാവ് കലക്കുകയാണ്, അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മാവ് കലക്കുകയാണ്. പാർത്തമ്മ സ്കൂളിൽ പോകണം. അണ്ണൻ്റെ കൈ ശരിയാവാത്തത് കൊണ്ട് അണ്ണൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കണം. ഞാൻ മുട്ടക്കറി ഇന്ന് തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ചട്ടി കണ്ടിട്ട് ആരും ചിരിക്കണ്ട, എനിക്കിത് കളയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടോ ഇതുമാതിരിയുള്ള ക്യൂട്ട് പാത്രങ്ങളൊക്കെ വിവലാംഗനായാലും കളയാൻ തോന്നാത്തത്? നമ്മുടെ മുട്ടക്കറിയിലേക്ക് പോകാം. സവാള, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് തേങ്ങ തിരുമ്മുക. തേങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വഴറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് തിളച്ച് കഴിയുമ്പം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ പാകത്തിന് ഉപ്പും. ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോ പിടിക്കാൻ വന്നാലും അവൾ എൻ്റെ സ്റ്റാൻഡിൻ്റെ കീഴിൽ കാണും. എൻ്റെ സ്റ്റാൻഡ് തട്ടി പൊട്ടിച്ച് എൻ്റെ ഫോണും പൊട്ടിച്ചൊരു പരുവാക്കിയതാണ്. പിന്നെ പാർത്തമ്മം കുളിയും നനയൊക്കെ കഴിഞ്ഞു, രാവിലെ ഫുഡൊക്കെ കഴിച്ചു, അവൾ സ്കൂളിൽ പോയി കേട്ടോ. പിന്നെ ഞാനും രാവിലെ തന്നെ കഴിച്ചു ദോശയും മുട്ടക്കറി. എനിക്ക് ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്ക്. അപ്പം ഞാനും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചായിരുന്നു. അണ്ണന് പോകണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് തുടങ്ങിയത്, കാരണം അവന് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ ഒന്ന് കയറി കിടന്നുറങ്ങി. അതിന് ശേഷം എന്താ എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥി വരാറായി. പിന്നെ ആൾ വരുമ്പോഴത്തേക്കിനും വിശക്കുന്നെന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്, എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും വയർ ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞതും പച്ചമുളകും പിന്നെ ഒരു ക്യാരറ്റ്, ഒരൊന്നില്ല പകുതിയേ ഉള്ളൂ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ തോരൻ പോണക്ക് ചിക്കി തോത്തി എടുക്കത്തില്ലേ, ചിക്കി പൊരിച്ചെടുക്കല്ലേ, അതേപോണക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി, ഉപ്പ് തോനെയാവണ്ട കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് രാവിലത്തെ ദോശമാവിൻ്റെ അധികം വന്നതാണേ, അത് നമ്മൾ മസാല ദോശ പരുവത്തിൽ വലുതായിട്ട് പരത്തിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന അത് നടുക്ക് വെച്ച് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അതും കൂടെ വെച്ച് നമ്മൾ മടക്കിയെടുക്കുക. അണ്ണൻ അങ്ങനെ കഴിക്കാൻ കൊടുത്തു. അണ്ണനാണെങ്കിൽ വൈകിട്ട് ഞങ്ങൾക്ക് സമൂസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ സമൂസയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗിനകത്ത് ഞാൻ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.